എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മതഗ്രന്ഥങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതെ, ഒരു രക്ഷകൻ വരുമെന്ന പ്രവചനം. പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ രക്ഷകനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണിതല്ലേ. ലോകം അതിന്റെ അവസാനത്തോടടുക്കുമ്പോൾ തിന്മയും അരാജകത്വവും കൂടുമെന്നൊരു മുന്നറിയിപ്പ്. സൊറാസ്ട്രിയൻ ഗ്രന്ഥത്തിലെ ഈ ഒരു വാചകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. അപ്പോ ലോകം അവസാനിക്കുന്ന ഈ കാലത്തെക്കുറിച്ച് പലരും പലതും പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരേ കാര്യത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പൊ നോക്കൂ, ഹിന്ദുമതത്തിൽ ഇതിനെ കലിയുഗം എന്നാണ് വിളിക്കുന്നത്. വേറെ ചില മതങ്ങളിലാകട്ടെ ഇതിനെ ആശയക്കുഴപ്പത്തിന്റെ കാലഘട്ടം എന്നും പറയുന്നു. കേൾക്കുമ്പോൾ പല പേരുകളാണെന്ന് തോന്നുമെങ്കിലും ആശയം ഒന്നുതന്നെയാണ്: ദൈവവിശ്വാസം കുറയുന്ന, അനീതി കൂടുന്ന ഒരു ലോകം. പക്ഷേ ഈയൊരു ഇരുണ്ട പ്രവചനത്തിനിടയിലും ഒരു പ്രതീക്ഷയുടെ വെളിച്ചമുണ്ട്. അതെന്താണെന്നല്ലേ? ഈ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഒരു രക്ഷകൻ വരുമെന്നും ഈ മതങ്ങളെല്ലാം ഒരുപോലെ പറയുന്നുണ്ട്. അപ്പോ ആരാണ് ഈ രക്ഷകൻ? ഇവിടെയാണ് കഥ ശരിക്കും രസകരമാവുന്നത്. കാരണം ഓരോ മതവും ഈ രക്ഷകന് ഓരോ പേരാണ് നൽകിയിരിക്കുന്നത്. ഹിന്ദുമതത്തിൽ നമ്മൾ കാത്തിരിക്കുന്നത് കൽക്കിക്ക് വേണ്ടിയാണ്. തിന്മയെയൊക്കെ നശിപ്പിച്ച് ഒരു പുതിയ യുഗം തുടങ്ങാനായി വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന രക്ഷകൻ. ഇനി ബുദ്ധമത വിശ്വാസികൾ കാത്തിരിക്കുന്ന രക്ഷകന്റെ പേരാണ് മൈത്രേയൻ. ഭൂമിയിൽ ധർമ്മം വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത് എന്നാണ് വിശ്വാസം. സൊറാസ്ട്രിയൻ മതവിശ്വാസികൾ സോഷ്യാന്ത് എന്ന് വിളിക്കുന്ന രക്ഷകനെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ വരുന്നയാൾ. യഹൂദമതത്തിൽ ഈ രക്ഷകൻ മോഷിയാക്കാണ്. നമ്മൾ മിശിഹ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലോകം മുഴുവൻ സമാധാനം കൊണ്ടുവരുന്ന ഒരു രാജാവായിരിക്കും അതെന്നാണ് അവരുടെ വിശ്വാസം. അതുപോലെ ഇസ്ലാം മതത്തില് ഈ രക്ഷകന്റെ പേര് മഹദി എന്നാണ്. ലോകം അനീതി കൊണ്ട് നിറയുമ്പോൾ അവിടെ നീതിയും ന്യായവും സ്ഥാപിക്കാൻ വരുന്ന വ്യക്തി. കൽക്കി, മൈത്രേയൻ, സൂഷ്യാങ്, മോഷിയാക്, മഹദി കേൾക്കുമ്പോൾ ഒരുപാട് പേരുകളുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം പൊതുവായി എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതായത് പേരുകൾ ഒരുപാടുണ്ടെങ്കിലും ഇവരുടെയെല്ലാം അടിസ്ഥാന ദൗത്യം ഒന്നുതന്നെയാണ്: ലോകത്തിലെ സ്വേച്ഛാധിപത്യവും പട്ടിണിയുമൊക്കെ അവസാനിപ്പിക്കുക, എല്ലായിടത്തും സമാധാനം കൊണ്ടുവരിക, പിന്നെ മനുഷ്യരെയെല്ലാം ഒരേയൊരു ദൈവിക ശക്തിയിലേക്ക് തിരികെ വിളിക്കുക. ഇതൊന്ന് നോക്കിക്കേ. കൽക്കി വരുന്നത് ഒരു പുതിയ യുഗം തുടങ്ങാനാണ്. സോഷ്യാന്ത് ലോകത്തിന് മുഴുവൻ പ്രയോജനം ചെയ്യാനാണ്. മോഷിയാക്ക് വരുമ്പോ യുദ്ധങ്ങളുണ്ടാവില്ല. മഹദി ലോകത്ത് നീതി നിറയ്ക്കും. കണ്ടില്ലേ, വഴികളും പേരുകളും വേറെയാണെങ്കിലും എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് ഒരേ കാര്യമാണ്: ഈ ലോകത്തെ രക്ഷിക്കുക. ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരും. ഈ പ്രവചനങ്ങളെല്ലാം പല പല ആളുകളെക്കുറിച്ചാണോ പറയുന്നത്? അതോ ഒരേയൊരു വ്യക്തിയെക്കുറിച്ച് ഓരോ സംസ്കാരവും അവരുടെ രീതിയിൽ പറഞ്ഞുവെച്ചതാണോ? ഈ വിശകലനം മുന്നോട്ട് വയ്ക്കുന്ന ഉത്തരം വളരെ ലളിതമാണ്. ഇതെല്ലാം ഒരേ ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളാണ്. ഒരേ രക്ഷകനെക്കുറിച്ച് പല കാലഘട്ടങ്ങളിലെ പല ഭാഷകളിലുള്ള പ്രവാചകന്മാർ വഴി നമ്മളിലേക്ക് എത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ രക്ഷകൻ? ആരാണ് ഈ എല്ലാ പ്രവചനങ്ങളിലും പറയുന്ന ആ ഒരൊറ്റയാൾ? അതിനുള്ള ഉത്തരമാണ് ഈ വിശകലനത്തിന്റെ പ്രധാന നിഗമനം. പല മതങ്ങളിലും പല പേരുകളിൽ പ്രവചിക്കപ്പെട്ട ആ വ്യക്തി ഇമാം മഹദിയാണ്.